എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ ഇപ്പോൾ OTT റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ മസ്റ്റായി പോയി കാണുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ആണെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇതിൽ വിനീത് ശ്രീനിവാസനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, അതേപോലെ നിവിൻ പോലി, അതേപോലെ പ്രണവ് മോഹൻലാൽ, ബേസിൽ ജോസഫ്, അങ്ങനെ മുൻനിര നായകന്മാരെല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട് നോക്കാൻ പോകുന്നത് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ സീനാണ്. ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയുന്നില്ല കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിന് മുമ്പോടിയായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കാണിക്കുന്നത്. കള്ളനോട്ട ഇഷ്ടമല്ല ചേച്ചിട്ടാ ഒരു വണ്ടൊക്കെ അറിയേണ്ട അപേക്ഷിച്ച് പോയത് വിളിച്ചപ്പോൾ എല്ലാ ചോദ്യം കഴിക്കും ഇതിനാണോ നിന്നെ പിന്നാലെ നടന്ന ഈ സാഹിത്യ സമാജത്തിലെ വലിയ ആളല്ലേ, എഴുത്താറിനൊക്കെ അല്ലേ? അതൊന്നും കാര്യമില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ല വർഷത്തിൽ അകലാതിലാണ് ഞാൻ അകലാതി വിളിച്ചല്ലേ? ഞാൻ വിളിച്ച് ഇല്ല ക്ഷമിക്കൂല, കുഴപ്പമില്ല. കൂട്ടുകാർ ക്ഷമിക്കും. ഈ ചരിത്രമുള്ള കൂട്ടുകാരില്ല. ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ അവർ കഴിക്കില്ല. ശരിയാ, അപ്പൊ സഹായിക്കും. ചോദ്യം പേപ്പർ കളഞ്ഞു പോയി പറ. ഉത്തരം പറഞ്ഞത് കേട്ടുള്ളൂ വീട്ടിലായിട്ട്. ആദ്യം പഠന കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന കാറ്റടിച്ച് പറന്നു പോയി കാണൂല്ലേ? അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാൻ കേട്ടോ. ചരിത്രത്തിന്റെ ചോദ്യക്കടലാസ്. ഇതിൽ പേരും ഫോട്ടോ എല്ലാം ഉണ്ടല്ലോ. തല്ല് വാങ്ങാൻ റെഡി ആയിട്ട് കേട്ടോ. ചാർമിനാർ പണിത വർഷം കഴിഞ്ഞ വർഷം നല്ല തല്ല്. ഞാൻ പഠിച്ചൊന്നും കാര്യമില്ല. സിനിമ നാളെ പറഞ്ഞ് നടക്കണേറ്റല്ലേ? ഈ ഒരു കാര്യം ചെയ്യും. ആ സൈതാവിയുടെ കടയിൽ പോയി ലേശം പരിപ്പോടെ വെച്ചു കൊടുക്കും. പയറ് നടക്കാൻ പ്രശ്നമല്ല തീരും. പരിപ്പെടുന്ന സ്മെല്ല്. ഹലോ സാറിപ്പോ അന്വേഷിച്ചു പോകുന്ന പേരെന്താ? മുരളി വിശ്വൻ. ആളെ മിസ്സിംഗ് ആയത് കുറച്ചു നാളായി. പല സ്ഥലത്ത് അന്വേഷിച്ചു, ഒരിടത്തും തോന്നിയിട്ടില്ല. ഇന്നലെ
രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് ഈ റോഡിൻ്റെ അടുത്തൊരു ഗ്രാമത്തിലെ പലചരക്കടയിൽ നിന്ന് അവൻ സാധനം വാങ്ങിച്ചു പോകുന്നത് വണ്ടി തിരിച്ച് അവിടെ എത്തിയപ്പോഴേക്കും ആളവിടെയൊന്നും ഇല്ല. കടക്കാരനാണ് ലൊക്കേഷൻ തന്നത്. പുള്ളിക്ക് ആളെ അറിയില്ലായിരുന്നു. തപ്പി കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴാ ലൊക്കേഷൻ കിട്ടി. ഈ മിസ്സിംഗ് അയാള് സാറിന്റെ ആരാ? എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ഇന്ന് ഡിസംബർ 22 50 വർഷം മുന്നേ ഇതേ ദിവസമാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത്. അവൻ എത്ര പോയി? പോയി ആ പോയാ സാറേ എത്ര നോക്കിയാ? നോക്കുമ്പോ 4:30. പരീക്ഷ ഒരിക്കലും പാസ്സാവില്ല. നാളെ നമ്മളെ കാണാൻ വേണ്ടി കൂട്ടാം. സരി കാരണമായിരിക്കുവാ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന കമ്പയല്ലേ? നമുക്ക് ഒരു തമിഴ്നോട് ചോദിച്ചാലോ? നീ ലൈസൻസിനുള്ള വീലിംഗ് വിളിച്ചു. സാരി പറഞ്ഞതാണ് ശരി. അതിന് വേറെ മഞ്ഞിപ്പ് ചേട്ടാ, ഈ മഞ്ഞിപ്പ് വെച്ചാൽ മാപ്പ് നിനക്ക് എല്ലാത്തിനും സന്തോഷമുണ്ട്. നമ്മുടെ നാടിന്റെ നായകനായിട്ട് മാറിയില്ലേ? അവൻ മുങ്ങി അവന്റെ മാപ്പ് കോപ്പ്. ഞങ്ങൾ എത്ര കാലം വരും ഞാൻ നടന്ന നായകനാണ്. എനിക്ക് നടന്ന എല്ലാ ഡയലോഗും അറിയാം. നീ അവസാനത്തെ സീനിലെ ഡയലോഗ് ബസ് സ്റ്റാൻഡുകളായി എന്റെ വിധിയാണ് എന്നോട് ചെയ്യിപ്പിക്കുന്നത്. ഇന്നത്തെ കളിയിൽ നീ എന്ന നായകൻ. പക്ഷെ അവസാനത്തെ സീനിൽ ഒരു ഡയലോഗ് നീ പറയും. ഞാൻ മോഹൻ കൊണ്ട് കാണിക്കാൻ വേണ്ടി എന്താ നീ കാണിച്ചു? ഞാൻ മരത്തേടിച്ചേ അതിനെനിക്ക് ഒരു സംശയമില്ല. അത് മതി. എന്റെ നാടക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൂരിട്ടാവുന്ന ദിവസം ഇന്ന് തലേക്കും മ്യൂസിക് വെച്ച് എന്തെങ്കിലും കളിയിൽ കഴിഞ്ഞ ആഴ്ച കുട്ടി വെച്ചൊന്ന് പേരിപ്പിച്ച എന്റെ ചങ്കിലാണ്. നീ ഉണ്ണിഭാഷ പോലെ ഞാൻ അവരോടൊന്നും പറയുന്നില്ല. എനിക്ക് ഇഷ്ടമല്ല. നീ എനിക്കൊരു സഹായം ചെയ്യും. നീ ആ കുഞ്ഞിരാമ സാഹിബിന്റെ വീട്ടിൽ പോകും. അവിടെ പേർഷ്യനും കോഴികളും ബോംബെന്ന് കണ്ടുകൊണ്ടു അവിടെ നന്നായിട്ട് പാടുകയും പൈൽ ഭയങ്കര പേരുണ്ട്. നീ അവിടെ പോകണം. ശേഖരട്ട മണിക്ക് പറഞ്ഞാണ് ബോംബ് സൈക്കിളോട് ഒരു പാട്ടാട്ടോ, അത് ജസ്റ്റ് അടിച്ചു വിട്ടിട്ടുണ്ട്. ആ പാട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാനറിങ് കളിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് സ്കോച്ചടിക്കണം, ഡ്രമ്മടിക്കണം, വാതിലക്കണം, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാം. ഷേക്സ്പിയർ ശേഖരനെ വിളിക്കുന്നത് നാടകനാണ് സാർ. EMS
ഇയമായിട്ട് വരല് പറഞ്ഞ പോകട്ടോ. ഇവിടെ നീ എന്താ സൈക്കിൾ എടുത്തിട്ടില്ല? അതൊക്കെ സാധനം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി തിരിച്ചുകൊണ്ടോണ്ടേ. തനിക്ക് കാണാത്തിന്റെ കടമല്ല അറിയോ? എടോ താനിയും പാലത്തിൽ എഴുതാത്ത എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റർ ലൈറ്ററോ? ലൈറ്റർ അല്ല ലൈറ്റർ ലൈറ്റർ ബംഗാളി സാഹിബ് എന്റെ ഫേവറേറ്റാ. എപ്പോ ഏത് പുസ്തകം ഇറങ്ങിയാലും ഞാൻ അപ്പം തന്നെ പിടിച്ച് വായിക്കും. അതൊക്കെ പോണോ? ഞാൻ പറ്റിക്കും. അല്ല EMS നീ എപ്പോഴാ വരിക? മരണത്തിന് ഇറങ്ങിയിട്ടുള്ളൂ. വരണ സഹാബിനി വരും. ഇപ്പൊ നീ വാ. ഇവര് വരാൻ വേണ്ടിട്ട് കള്ളത്തരം പറഞ്ഞത്. ഇതിന്റെ മ്യൂസിക്കില് എല്ലാവരും ശ്രദ്ധ ചെയ്ത് കേൾക്കും കേട്ടോ. റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടോ? എന്തെങ്കിലും മ്യൂസിക് ആണെങ്കിൽ കിട്ടി അപ്പം റെക്കോർഡ് ചെയ്ത് വെക്കാം. സാഹിബ് ലണ്ടനിൽ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന നാട്ടിൽ കിട്ടില്ല ഈ സാധനം. മനസ്സിൽ എപ്പോ എന്ത് ട്യൂണ് തോന്നിയാൽ അപ്പൊ തന്നെ കേൾക്കാം. സിനിമയിൽ മുഖ പറത്തിപ്പായിരുന്ന കൽക്കരി വണ്ടി കയറി മധുരാശിക്ക് വിട്ടുവിടുന്നു അല്ലേ? അങ്ങനെ ആർക്കോ എന്തിനു വേണ്ടി പാട്ട് ചെയ്തിട്ട് തടവ് ചെയ്യും. ഒരു നാട്ടിലൊക്കെ ഉള്ളൂ സ്വന്തം നിലയിൽ പാട്ടായിരുന്നു. നാട്ടുകാരെ വിട്ട് എങ്ങോട്ട് പോവാൻ ധൈര്യമല്ലേ? നമ്മുടെ ചുറ്റുമുള്ളവരല്ലേ നമ്മളെ വരാം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ചുറ്റും ആൾക്കാരുണ്ട്. നിങ്ങളുടെ നാട്ടുകാരൊന്നുമല്ല. നിങ്ങൾ MS ബാബുരാജ് ആരാധനല്ലേ? താമക്കാന്റെ പാട്ട് ആർക്കും ഇഷ്ടമല്ല. അദ്ദേഹം കോഴിക്കോട്ട് അത്യാവശ്യം വണ്ടി ചെയ്യില്ലായിരുന്നെങ്കിൽ ഇന്ത്യ തോളിൽ നിന്ന് ഒരു വിഷയം മാത്രം നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ഈ മണം നൽകിയാൽ മാത്രം മതി.
എന്തൊക്കെയാണെന്ന് അറിയില്ല. വെച്ചോ. എടോ. കാണാം. പിന്നെ ഞാൻ അവനെ കാണുന്നത് 2 വർഷം കഴിഞ്ഞ ഞാൻ സിക്കിം എഴുതിയ വഴി. കോളേജിൽ കണ്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? നമ്മള് ഒരു ചുവട് വെച്ചിട്ടുണ്ടോ? ഒരു പുഷ്പം മാത്രമേ. ഇവിടെ പഠിക്കുന്നു പറയാൻ പറ്റില്ല. വീട്ടിൽ വരും. നിങ്ങളുടെ കൊച്ചുകൂടെ അയൽവാസി രവീന്ദ്രദേവിന്റെ പുതിയ പുസ്തകം ഇവിടെ ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. കിട്ടാൻ ഇനി വഴിയുണ്ടോ എന്ന് ചോദിക്കാവുന്നത്. അത് ശരി. അങ്ങനെയാണ് ഞാൻ പോയി ലൈബ്രറി തപ്പാം. എനിക്ക് വായിക്കാം. അങ്ങനെ അതെ, നിങ്ങളെ രവീന്ദ്രന്റെ പുസ്തകം എന്നോട് പറയേണ്ടത്. അത് നിന്നോട് പറയാൻ നീ ആരായിട്ട് തന്നെയാ. അത് വന്നതിൽ ഫസ്റ്റ് ഇയർ മലയാള സ്റ്റുഡന്റ് എടുത്തോണ്ട് പോയി. പേരെന്താ? അറിയില്ല. ഇത് സ്റ്റോക്കി അറിയാൻ പറ്റൂലേ? അറിയാം. നമ്മുടെ സ്റ്റോക്കി പറയില്ല. ആയി. അപ്പൊ നോക്കാൻ അറിയാം. അറിയാം. ബുക്കിൽ നിന്ന് കിട്ടുമായിരിക്കുമല്ലേ? ചോദിച്ചോ. എടാ വേണു, ആ, പിന്നെ വിജയമാഷിന്റെ ഇഷ്ടമായിരുന്നു. കോളേജ് മാഗസീനിലെ ആർട്ടിക്കിൾ അറിയുന്നേ. ആഹാ, എഴുത്തൊക്കെ ഉണ്ടല്ലേ? ആ പിന്നെ ഇവിടുത്തെ ഒരു നാടകക്കാരനല്ലേ എടാ നീ അറിയാം. മുരളി ഒന്ന് ഫസ്റ്റ് ഇയർ അതിന്റെ ക്ലാസ്സിലേക്ക് കൊടുക്കും. നമ്മുടെ അവിടെ അതിന്റെ ക്ലാസ്സിൽ. ആ നീ ഒന്ന് വിജയമാഷ് വാ നിങ്ങളുടെ എടുത്തത് എല്ലാവർക്കും ഇത് തന്നെ. അപ്പോൾ നമ്മുടെ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് എത്ര ഉള്ളൂ കേട്ടോ. ഒരുപാട് വെച്ച് നമുക്ക് കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് പകുതി കുറച്ച് 15 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ. ബാക്കി സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ നായകൻ്റെയും അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും അതേപോലെ അവൻ്റെ ഗ്രാമവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. നമുക്ക് കഥയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്താണെന്ന് ഇനിയും അറിയില്ല. ഇനി ബാക്കി ഭാഗം കണ്ടാൽ നമുക്ക് മനസ്സിലാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.